വനിതാ ദിനത്തെ സംബന്ധിച്ച് കൈരളി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് കൊല്ലത്ത് നിന്നുള്ള ഞങ്ങളുടെ രാവിലത്തെ അധ്വാനം അത്ര നന്നായി പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിയെന്ന് വിചാരിക്കുന്നു. വളരെ യാദൃച്ഛികമായാണ് ചിലപ്പോൾ ഫ്രെയിമിലേക്ക് ഏറ്റവും നല്ല അവസരങ്ങളും സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളും ഉണ്ടാകുന്നത്. രാവിലെ അതാണ് കണ്ടത്. അതായത് രാവിലെ നമ്മളിങ്ങനെ എല്ലാ നേതാക്കളോടും സംസാരിക്കുന്നു. ബിന്ദു ടീച്ചറിൽ തുടങ്ങി പ്രകാശ് കാരാട്ടിനെ വരെ നമ്മളുടെ ഈ ദിവസത്തിൻ്റെ ഒരു സവിശേഷതയിൽ അദ്ദേഹത്തെ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ സംസാരിക്കുന്നു. സന്തോഷ്, ഷമി എല്ലാവരും ഉണ്ട്. പ്രമോദും അഖിലേഷും രാജ്കുമാർ സൂപ്പർ സംവിധായകനായിട്ട് ഇങ്ങനെ പറയുന്നത് നിൽക്കുകയാണ്. നമ്മുടെ എല്ലാ ടീം എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ നേതാക്കളോട് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ, സാമൂഹ്യ ജീവിതം എല്ലാം സംസാരിച്ച് വന്നപ്പോഴാണ് നമ്മളിങ്ങനെ നമ്മുടെ സംഘത്തിന് മുമ്പിലേക്ക് ഇങ്ങനെ വരികയാണ്. ശ്രീമ ടീച്ചർ, അതുപോലെ തന്നെ ശൈല ടീച്ചർ, അതുപോലെ തന്നെ സുജാത, സതീദേവി, അതുപോലെ തന്നെ ചിന്ത, ഇവരെല്ലാവരും നേരെ ഷീജ പാഞ്ഞെടുക്കുന്നു, സെറ്റിടുന്നു, അവരോട് സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് അതിൽ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറയുന്നത് ഷീജ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ നിർത്തി കേരളത്തിന്റെ മാധ്യമ ലോകം ആകെ കാത്തു നിൽക്കുന്നു. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നിങ്ങളെ പോലെ തന്നെ കാഴ്ചക്കാരായി, ഞങ്ങള് പ്രേക്ഷകരെ പോലെ തന്നെ കാഴ്ചക്കാരായി ഒപ്പം നിന്ന് അത് കണ്ട് ആസ്വദിച്ച് അങ്ങനെ കുറെ സമയങ്ങളായിരുന്നു പോയത്. അത്രത്തോളം അത് അവരെ അവസാനിപ്പിക്കാൻ ഷീജയ്ക്ക് ചിന്തയുടെ വക ഒരു പ്രത്യേക അഭിനന്ദനം കൂടി നൽകി. കൈരളിയുടെ ഒരു സുപ്രധാന ചുമതലയിലേക്ക് അത് ഞങ്ങൾ കൊല്ലംകാര് അങ്ങനെയാണ് എന്നൊരു സാധനം എന്ത് പറഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് കൊല്ലത്തെ. എന്തായാലും അത് ഇന്ന് നല്ലൊരു രാവിലെ തന്നെ അല്ലേ, വനിതാ ദിനത്തിലെ കേരളത്തിലെ കരുത്തരായിട്ടുള്ള വനിതാ നേതാക്കന്മാർ അവർ കൈരളിക്കൊപ്പം ചേർന്നത് വളരെ നമ്മൾ അത് മറ്റുള്ളവർ കാത്തു നിൽക്കുന്നതുകൊണ്ട് അവസാനിപ്പിക്കുന്നെങ്കിലും അവരാണ് കൂടുതലായി സംസാരിക്കുന്നു. മാത്രമല്ല നമ്മളുടെ കേരളത്തിന്റെ സമുന്നതരായ ഈ വനിതാ നേതാക്കളുടെ ഒരു കൂട്ടമാണ്. അപ്പൊ അവരെ എല്ലാവരെയും ഒന്നിച്ചൊരു വനിതാ ദിനത്തിൽ കിട്ടുക, അവരോട് സംസാരിക്കുക എന്ന് പറയുന്ന നിശ്ചയമായി മാധ്യമപ്രവർത്തകരുടെ വലിയ ഉത്തരവാദിത്തമാണ്. അത് ഉത്തരവാദിത്വം ഒരു ഓട്ടമത്സരം കൂടിയാണ്. ഓട്ടമത്സരത്തിൽ ഞങ്ങൾക്ക് പ്രേക്ഷകരോട് ഇവരെല്ലാം ഈ ദിവസത്തിൻ്റെ ഒരു സവിശേഷതയിൽ വളരെ രാഷ്ട്രീയപരമായി, സാമൂഹ്യപരമായി ഇവരെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഏറ്റവും നല്ല കാര്യം പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അതിൽ കൂട്ടിച്ചേർക്കാനൊന്നുമില്ല കൂടുതലായി. ഈ പറഞ്ഞ പോലെ ഷീജയാണ് അധ്യക്ഷ. പിന്നെ ഇന്ന് പ്രധാനപ്പെട്ട അല്ലേ, കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെ എളമനകരി ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട സമ്മേളനത്തിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ സംസാരിച്ചു. ഇന്നിപ്പോൾ സമ്മേളനത്തിലേക്ക് വന്നാൽ ഇന്ന് മൂന്നാമത്തെ ദിനമാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്ന് പ്രധാനമായ ചർച്ചകൾ നടക്കുന്നു. മുഖ്യമന്ത്രി അവതരിപ്പിച്ച കേരള വികസനത്തിന്റെ പുതുവഴികൾ നയരേഖയുമായി ബന്ധപ്പെട്ട ചർച്ച വൈകിട്ട് വരെ ആ ചർച്ച നടക്കും. വൈകിട്ട് ഇന്നലെ നമുക്കറിയാം, ഇന്നലെ പ്രവർത്തന റിപ്പോർട്ടിനുള്ള ചർച്ചയായിരുന്നു. വിവിധ ജില്ലകളിൽ നിന്ന് ഇന്നലെ 7.5 മണിക്കൂർ ചർച്ചയാണ് നടന്നത്. അതിന്റെ മറുപടി ഇന്ന് വൈകിട്ട് ഗോവിന്ദ മാഷ് നൽകും. ഈ മുഖ്യമന്ത്രിയുടെ എപ്പോഴാണ് ഗോവിന്ദ മാഷ് മാധ്യമങ്ങളെ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ഊഴം വൈകുന്നേരമാണ്. ഈ ചർച്ച മുഴുവൻ കേട്ട് അതിനെല്ലാം മറുപടി പറഞ്ഞു, വിമർശനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എല്ലാം അല്ലെ, ഇതെല്ലാം മറുപടി പറയേണ്ട ഒരു സമയം. ഒപ്പം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. അപ്പൊ നമുക്കൊന്ന് ചുരുക്കിയെടുക്കാം. നാളെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. പിന്നെ നാളെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ്. ചരടുകളില്ലാത്ത നിക്ഷേപം സ്വീകരിക്കും. പക്ഷെ ഇന്നലെ രാത്രിയിൽ പല ചർച്ചകളും നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഇതിനൊരു വല്ലാത്ത വ്യാഖ്യാനങ്ങൾ. അതെ, അത് നമ്മൾ രാവിലെ ഇവരോടൊക്കെ ചോദിച്ചതാണ്, മന്ത്രിമാരോടും പറഞ്ഞ അത് തന്നെയാണ്. അത് തീർച്ചയായും അത് ഉണ്ടാവും, അതാണ് കേരളം. അതിനെയൊക്കെ ഭേദിച്ച് അതിജീവിച്ചാണ് കേരളത്തിലെ ഇടതുപക്ഷം. ഇന്ന് മുമ്പ് ഈ വനിതാ നേതാക്കളോട് നമ്മൾ ചോദിച്ചല്ലോ, സ്ത്രീകളടക്കം കേരളത്തിന്റെ ഒരു വലിയ ജനവിഭാഗത്തിന്റെ മനസ്സ് ഏറ്റെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നത് ഇത്തരം വിവാദങ്ങളെയും ഇത്തരം എന്തിനേയും ഇങ്ങനെ വിവാദത്തിൽ തളയ്ക്കാനുള്ള ശ്രമത്തെ അതിജീവിച്ച ഇടതുപക്ഷത്തിന്റെ ഒരു നവകേരള മുന്നേറ്റമുണ്ട്, ഇടതുപക്ഷത്തിന്റെ നവകേരള മുന്നേറ്റമുണ്ട്. അതിന്റെ അടുത്ത ചുവടിലേക്കായിരിക്കും കൊല്ലം സമ്മേളനം CPIM-നെയും ഇടതുമുന്നണിയും കൊണ്ടുപോവുക, യാതൊരു സംശയവും. തീർച്ചയായും.